വെൽക്കം ടു I+ ഞാൻ അക്ഷര. LP പരീക്ഷയ്ക്ക് പ്രധാനപ്പെട്ട സംഘടനകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംഘടനയാണ് SNDP. അപ്പോൾ SNDP പിന്നെ അതുപോലെ വരുന്ന മറ്റൊരു സംഘടന കൂടിയുണ്ട്. പലപ്പോഴും കൺഫ്യൂഷൻ വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് ആ കൺസെപ്റ്റുകൾ കറക്റ്റായിട്ട് കണക്ഷൻ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഇനി മാറിപ്പോവില്ല. നമുക്ക് നോക്കാം. SNDP 1903 സ്ഥാപിതമായത്. ആരാണ് സ്ഥാപിച്ചതെന്നൊക്കെ നമുക്കറിയാം. ശ്രീനാരായണ ഗുരുവാണ്. അപ്പോൾ സാധുജന പരിപാലന യോഗം എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ ഫോം. കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. സാധുജന പരിപാലന യോഗം. ഇതിനൊരു മുൻഗാമി ഉണ്ടായിരുന്നു. അപ്പോൾ SNDP എന്ന് പറയുന്ന സംഘടന വരുന്നതിന് മുമ്പായിട്ടും ഒരു മുൻഗാമി ഉണ്ടായിരുന്നു. ആ ഒരു പെർട്ടിക്കുലർ സംഘടനയുടെ പേരാണ് വാവൂട്ട് യോഗം. മറന്നു പോകരുത്. വാവൂട്ട് യോഗം ഏത് പ്രധാനപ്പെട്ട ഒരു സംഘടനയുടെ മുൻഗാമിയാണെന്ന് മുൻ പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പഠിച്ചു വെക്കുക. SNDPയുടേതാണ്. അപ്പോൾ ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത്, ഇത്തരത്തിലൊരു സംഘടന വേണം എന്നൊരാശയം മുന്നോട്ട് വെച്ചത് ആരാണ്? ഡോക്ടർ പൽപ്പു ആണ്. അപ്പോൾ ഡോക്ടർ പൽപ്പു തന്നെയാണ് ആദ്യ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നതും. അങ്ങനെയാണെങ്കിൽ ആദ്യ പ്രസിഡന്റ് ആരാണ്? സ്ഥാപകനായിട്ടുള്ള ശ്രീനാരായണ ഗുരു തന്നെയാണ് ഈ ഒരു സംഘടനയുടെ ആദ്യ പ്രസിഡന്റും ആജീവനാനന്ദ പ്രസിഡന്റും അദ്ദേഹം തന്നെയാണ്. അപ്പോൾ ആദ്യ സെക്രട്ടറി കുമാരനാശാൻ കൂടെയാണ്. അപ്പോൾ അത് മാറിപ്പോകാതിരിക്കാൻ പഠിക്കാം. നമുക്കറിയാം ശ്രീനാരായണ ഗുരു സ്ഥാപകനായതുകൊണ്ട് ആദ്യ പ്രസിഡന്റ് ആണെന്ന് കൃത്യമായിട്ട് നമുക്കത് മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. ഇനി തിരിഞ്ഞു പോകാൻ സാധ്യതയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ ആദ്യത്തെ പ്രസിഡന്റും തമ്മിൽ തിരിഞ്ഞു പോകും. നമുക്ക് എളുപ്പ വഴി അവരായിട്ട് തന്നെ തന്നിട്ടുണ്ട്. ഈ ലെറ്റർ മാത്രം നോക്കാം. പൽപ്പു പ്രസിഡന്റ്. ആ പ എന്നുള്ള ശബ്ദം ഒന്ന് ഓർത്ത് വെക്കുക. ഇനി അത് തിരിഞ്ഞു പോകില്ല. അതുപോലെ തന്നെ ആദ്യ സെക്രട്ടറി. ഈ ക എന്നുള്ള അക്ഷരം നോക്കുക. കുമാരനാശൻ. സെക്രട്ടറിയിലും ആ ഒരു കായുണ്ട്. ഇങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓർമ്മ നിൽക്കും. ഇനി മുഖപത്രം. ഈ ഒരു സംഘടനയുടെ മുഖപത്രമാണ് വിവേകോദയം എന്ന് പറയുന്നത്. 1904 ഈ ഒരു മുഖപത്രം പുറത്തിറങ്ങുന്നത്. അപ്പോൾ ഈ വിവേകോദയം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു പക്ഷേ സംശയം തോന്നിയേക്കാം. സാധുജന പരിപാലന യോഗം ഇനി സാധുജന പരിപാലിനി എങ്ങാണോ ആണോ? അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാനായിട്ട് അതിൻ്റെ പിന്നിലെ ഫാക്റ്റ് ഞാൻ പറഞ്ഞു തരാം. ഡോക്ടർ പൽപ്പു ഈ ആശയം മുന്നോട്ട് വെച്ചതും ആരിൽ നിന്നുള്ള ആശയം ഉൾക്കൊണ്ടിട്ടാണെന്നറിയാമോ? വിവേകാനന്ദനിൽ നിന്നും. വിവേകാനന്ദനാണ് പൽപ്പുവിന് ഈ ഒരു ആശയം കൊടുക്കുന്നത്. അപ്പോൾ പൽപ്പു ആ ഒരു ആശയം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു സംഘടന തുടങ്ങുന്നത്. ആ ഒരു സ്മരണാർത്ഥമാണ് ഈ ഒരു മുഖപത്രത്തിന് വിവേകോദയം എന്നുള്ള പേര് വന്നത്. അപ്പോൾ ഒരു കണക്ഷൻ മനസ്സിലായില്ലേ? ഇനി ഒരിക്കലും സാധുജന പരിപാലനി SNDPയുടെ മുഖപത്രമാണെന്ന് എഴുതരുത്. കാരണം പരീക്ഷയ്ക്ക് ഇത് ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും എന്തോ ചെയ്യും? ഓപ്ഷനിൽ ആ ഒരു സാധുജന പരിപാലനി കൂടെ കാണും. അപ്പോൾ മനസ്സിലാക്കി വെക്കോ എങ്ങനെയാണ് ഈ ഒരു മുഖപത്രത്തിൻ്റെ പേര് വന്ന വഴി. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. എല്ലാം ഇതിൽ ഓരോ പോയിന്റും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ കൃത്യമായിട്ടെല്ലാം നിങ്ങൾ പഠിച്ച് വെക്കുക. ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കി തരുന്ന മറ്റൊരു സംഘടനയാണ് SJPS. 1907 അയ്യങ്കാളിയാണ് ഈ ഒരു സംഘടന സ്ഥാപിച്ചത്. സാധുജന പരിപാലന സംഘം. അപ്പോൾ അവിടെ യോഗമല്ല, സാധുജന പരിപാലന സംഘം. SNDP മാതൃകയിലാണ് SJPS മുന്നോട്ട് വെച്ചത്. അപ്പം SNDP തീർച്ചയായിട്ടും അപ്പം എന്തായിരിക്കും? ആദ്യം വന്നതായിരിക്കും. ചില പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട് ഇത്തരം സംഘടനകൾ വന്ന ആ ഒരു ഓർഡറിൽ വർഷങ്ങളുടെ ഒരു ക്രമത്തിൽ അറേഞ്ച് ചെയ്യാനായിട്ട്. അപ്പം നിങ്ങൾക്ക് ഇത് ഓർത്ത് വെക്കാലോ. SNDP മാതൃകയിലാണ് SJPS വന്നിട്ടുള്ളത്. ഇനി മറ്റൊരു വസ്തുത ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്. 1938 ഈ സാധുജന പരിപാലന സംഘത്തിൻ്റെ പേര് മാറുന്നുണ്ട്. എന്തായി മാറുന്നുണ്ട്? പുലയ മഹാസഭ എന്ന് മാറുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മാറിപ്പോകുന്ന 4 സംഘടനകളെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് ആ വീഡിയോ തീർച്ചയായും ഉപകാരപ്പെടും. ഇനി ഈ SJPSന്റെ മുഖപത്രമാണ് സാധുജന പരിപാലിനി. 1913 ഈ ഒരു മുഖപത്രം വരുന്നത്. അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പരീക്ഷാ ഹാളിൽ ഓർത്തെടുക്കാനായിട്ട് കഴിയും. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.